പറയണ അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് അതിരടി ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ മലയാളികൾക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്, എനിക്കുൾപ്പെടെ ഉള്ളതാണ്. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അടിച്ച് ഇടിച്ച് പിടിച്ച് നമ്മൾ ചത്താലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു തള്ളിക്കയറും. അത് സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയമാണ്. അത് ഇവിടെയും കാണിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ ഈ കമന്റ് ബോക്സുകളിൽ കിടന്ന് ചില ഊളത്തനങ്ങൾ പറയില്ല, വളിച്ച കോമഡി വളിപ്പൊക്കെ അടിക്കുന്ന കുറെ ടീംസ് ഇല്ലേ, അതായത് കുറെ കേട് കിട്ടവന്മാര്, അവന്റെ അച്ഛൻ ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ടീംസ് ഇല്ലേ, അങ്ങനത്തെ കുറെ ടീംസിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതുപോലത്തെ നാറികളെ സമൂഹം അറിയണം. കുറെ വട്ട മോന്മാരുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം. കാണാതായ പേര് വിളിച്ച് ആളുകൾ ഉണ്ടെങ്കിൽ പറയുക, ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരു നായിക്ക മുക്ക ഇവൻ ബംഗാളിയാണ്, അവനെനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും ഈ ഫെസ്റ്റിവലിന്റെ ഇടയ്ക്ക് ജനസാഗരം കൊണ്ട് കുറെ പേരെ കാണാതായിട്ടുണ്ടായിരുന്നു. കാണാതായപ്പോ ഈ ടോവിനായാലും രഞ്ജിനി ഹരിദാസ് ആയാലും സ്റ്റേജിൽ നിന്നും കൊണ്ട് എന്ത് ചെയ്തു, കാണാതായവരെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു, കണ്ടു കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പം ഇവന്റെ അമ്മച്ചിയുടെ കെണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വളിപ്പടിച്ച്, ഇതാ ഇവനാണ്, ഇവിടെയുണ്ട് അവന്റെ അച്ഛന്റെ അച്ചാറ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, തമാശ പറയേണ്ട കാര്യമല്ല. മലരെ ഇതെന്ന് ടോവിനോ പറഞ്ഞില്ല, എന്നാൽ അതുപോലത്തെ പോസ്റ്റ് ആക്കി. എന്ത് ബോറാണ് നിന്റെ മുഖം, ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് രഞ്ജിനിയും പറഞ്ഞിട്ടുണ്ട്. അതൊരു പോസ്റ്റിലിങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു സിനിമ പ്രൊമോഷൻ അതിൽ ഡെലൂലുണ്ട്, പിന്നെ ടൊവിനോ ബേസിൽ രഞ്ജിനി ഹരിദാസൻ ആങ്കറിംഗ് ആയിരുന്നു. അങ്ങനെ അടിപൊളി പരിപാടിയൊക്കെ കളറായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കാണാതെ ആയിട്ടുണ്ട് ആൾക്കാർ. അതേ തുടർന്ന് അവിടെ കാണാതായവരെ ടൊവിനോ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്താണ് ഈ നായിക്ക പട്ടിക്ക ഊക്കമാൻ അവിടെ കിടന്ന് പട്ടിച്ചു തുടങ്ങി. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയോ പെങ്ങളോ മക്കളോ ഒക്കെ കാണാതാവുമ്പോഴേ നിനക്കൊക്കെ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ നിനക്കൊന്നും ഒരു തേങ്ങ മനസ്സിലാകത്തില്ല. നീയൊക്കെ മറ്റേ കുതിരപ്പുറത്തിരുന്ന് പോകുന്ന പോലത്തെ രീതിയിൽ മറ്റേ കുണച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും പറയാനില്ല. ഞാൻ ആ സംഭവം കറക്റ്റായിട്ടൊന്ന് വായിച്ചു തരാം. ഇന്നലെ കോഴിക്കോട് നടന്ന അതിരടി ഫെസ്റ്റിവൽ തിരക്കിന് ഇടയിൽ വെച്ച് കുറച്ച് കുട്ടികളെ കാണാതെ ആയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് കണ്ണൂർ ടോൾ ട്രാവൽ എന്ന് പറയുന്ന ബ്രോയാണ് ഇത് ഇട്ടിട്ടുള്ളത്. ടൊവിനോ സ്റ്റേജിൽ കയറി വിളിച്ചു പറഞ്ഞു, ഈ പേരിൽ പറഞ്ഞ ആളുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ബന്ധപ്പെട്ടവർ നിൽക്കുന്നു. ഇത് കേട്ട ഉടനെ കാണികളിൽ ഒരുത്തൻ വന്നിട്ട് കാണാതായ ആൾ ഇവനാണെന്ന് തമാശ രൂപേണ അവന്റെ ഫ്രണ്ടിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിപ്പോ നമ്മളും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ചില എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വളിപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാറുണ്ട്. പക്ഷെ ഒരാളെ കാണാതാവുമ്പോഴാണ് നിന്റെ കൊണച്ച ചൂണ്ടിക്കാണിപ്പ് നീ കാണിക്കുന്നത്. തന്തയില്ലാത്ത പരിപാടിയല്ലേ കാണിച്ചത്. അത്രയും സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ ആയിരുന്നു ഇവന്മാരുടെ തമാശ. ഒടുവിൽ ടൊവിനോ തന്നെ അവന്മാരുടെ ഇല്ലായ്മയെ സ്റ്റേജിൽ വെച്ച് തന്നെ റിപ്ലൈ കൊടുത്തു, ഇത് തമാശ കളിക്കേണ്ട ടൈം അല്ല. മക്കളെ കാണാതായ വീട്ടുകാർക്ക് അവരെ കിട്ടുന്നവരെ സമാധാനം കാണില്ല, അതുകൊണ്ട് നമുക്ക് ആ സമാധാനം ഉണ്ടാവരുത്. എന്നാലും ഇന്നത്തെ ജനറേഷൻ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ജനറേഷനായി പോയല്ലോ എന്തു പറയാൻ. സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതല്ല, ഇവന്മാർക്ക് തന്തയില്ലാത്ത പരിപാടി കാണിച്ചുള്ള ശീലമാണ്. എല്ലാവരും പറയുന്നില്ല, ഇതുപോലെ കാണിക്കുന്നവരെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇന്നത്തെ ജനറേഷൻ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് ആക്ഷേപിച്ച് പറയുന്നില്ല. കാരണം ഇതുപോലത്തെ വെവളിത്തനങ്ങൾ കാണിക്കുന്ന ഒരുപാട് നാറികളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇത് ഒരു നല്ലൊരു പ്രവണതയല്ല. സീരിയസ്ലി ഞാൻ പറയാം, എനിക്കിത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഇവിടെ കുറെ പേര് ടൊവിനെ രഞ്ജിനി ഹരിദാസിനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രഞ്ജിനി കൊടുത്താണ് ഒന്നൊന്നര മറുപടി അവന്റെ അമ്മയ്ക്ക് വിളിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ അതും കൊടുക്കാം. എന്തായാലും രഞ്ജിനി കൊടുത്തിട്ടുള്ള മറുപടി നമുക്കൊന്ന് കാണാം ആദ്യം. അവയും മറ്റേ തമാശ കാണാതായപ്പോൾ ഒരു കൊച്ചിനെ കാണാതായ ഒന്നല്ല, കുറെ പേരൊക്കെ കാണാതായി, പിന്നെ അവർക്ക് കിട്ടി. ആർക്കൊന്നും ജീവന് സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ആണ് ഇത്രയും തിക്കിനും തിരക്കിനിടയിൽ മാക്സിമം കുട്ടികളെ ഒന്നും കൊണ്ട് വരാണ്ടിരിക്കുക പാരന്റ്സ്. അതിനിടയൊക്കെ ടി വിയിൽ വരുമ്പോഴായിരുന്നു കാണാം. എന്തിനാണ് നേരെ പിള്ളേരെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കുക. പിന്നെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. പിള്ളേരെയൊക്കെ എല്ലാവരും പിടിച്ചോണ്ട് പോയാൽ പോലും അറിയത്തില്ല. പിന്നെ ഫ്രീ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ചങ്ങ് കയറി. അതാണ് അതിന്റെ വേറൊരു വാസം. എന്തായാലും കൊള്ളാം. രഞ്ജിനി കൊടുത്ത റിപ്ലൈ ആണ്. ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കാണാതായിട്ടുള്ള കേട്ടോ. അതെങ്ങനെ ആ പേര് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു കഴിപ്പണം കിട്ടവൻ അവനാണ് ദാ നിൽക്കുന്നു കൂട്ടുകാരന്. അവന് കളി തമാശ. എടാ നിന്റെ തന്തയെല്ലാം കാണാതായ നീ ഇങ്ങനെ നടന്ന് കളിക്കൂടാ. കലക്കി പൊളിച്ച്. എനിക്കാണെങ്കിൽ എണീറ്റ് കൈയടിക്കാൻ തോന്നി രഞ്ജിനിയുടെ ഈ ഒരു ഇത് കേട്ടപ്പോൾ. നിന്റെ അമ്മയാണെങ്കിൽ നിനക്ക് പറയാൻ തോന്നുന്നു. നൈസായിട്ട് അമ്മയ്ക്ക് വിളിച്ചു, അട്ടിപ്പൊളി. ഇതിൽ ആര് രഞ്ജിനെ ചീത്ത വിളിച്ചാലും സമ്മതിക്കില്ല, അവനെ ഞാൻ തെറി വിളിക്കും കേട്ടോ. അത്രയ്ക്ക് ഞാൻ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. കാരണം
ഇങ്ങനത്തെ കഴുപ്പണം കെട്ടവന്മാരുടെ അമ്മയ്ക്ക് തന്നെ വിളിക്കണം. അമ്മയ്ക്കും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നത് ഞാൻ യോജിപ്പുള്ളൊരു കാര്യമില്ല. പക്ഷെ ഇത്തരം കഴുപ്പണം കെട്ട വർത്തമാനം പറയുന്നവൻ്റെ അമ്മയ്ക്ക് വിളിച്ചാലേ അവനൊക്കെ കൊള്ളത്തുള്ളൂ. കൊള്ളാം, കലക്കി ആളെ പൊളിച്ച് കലക്കി. അതെ, പൊളിച്ച് പൊളിച്ച്. ഒറ്റ ഡയലോഗ് കൊണ്ട് പോസിറ്റീവ് ആയി കുട്ടി ഒരാളാണ് നമ്മുടെ രഞ്ജിനി കേട്ടോ. ആദ്യം ഒരു ഹെയ്റ്റ് ഒക്കെ ഉണ്ടാകും, എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഫാനായിട്ടേ. കഴുപ്പണം കേട്ടോ എൻ്റെ മോൻ്റെ, ആര് മറക്കണ്ടാരും. ഓക്കെ, എന്തായാലും കൊള്ളാം. അമ്മയ്ക്ക് വിളിയിട്ടപ്പോ സന്തോഷമായിടാ കുട്ടാ. കുട്ടാ സനക്ക് സന്തോഷമാണല്ലോ, എൻജോയ്. ബാക്കി ഒരു വർഷത്തേക്കുള്ള ഓക്ക് കിട്ടിയാണ്. സന്തോഷവും സമാധാനമായി. കാരണം അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ടൊവിനോ പറയുന്ന കേട്ട് നോക്കാം. ഇതെന്താ ഡൗൺലോഡ് ആയില്ല എൻ്റെ ഇടയിൽ. ഓക്കെ, ഡൗൺലോഡ് ആയില്ലേ, മറന്നു. എന്തായാലും രഞ്ജിനി, ഹരിദാസ്, നിങ്ങൾ കൊടുത്ത മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. കൊടുക്കണമെങ്കിൽ ഇതുപോലെ അണ്ണാക്കി തന്നെ കൊടുക്കണം. കാരണം അണ്ണാക്കി കിട്ടിയാലേ ഇവന്മാർ പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇവന്മാർ പഠിക്കത്തില്ല. അതുകൊണ്ട് നല്ലോണം അണ്ണാക്കി കൊടുത്തതിന് ഒരു ബിഗ് താങ്ക്സ്. അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഇങ്ങനെയുള്ള കഴുപ്പണം കെട്ടവന്മാർക്ക് അമ്മയ്ക്ക് വിളി അത്യാവശ്യമാണ്. അതെ, കുട്ടികളെ കാണാനില്ലാത്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാര് എല്ലാവരും ഇല്ല കേട്ടോ. ഈ കഴുപ്പണം കെട്ട അവനൊക്കെയാണ് 1-2 അവന് തമാശ. സത്യം, അവനൊന്നും വെറുതെ വിടേണ്ട കേസല്ല. ഓരോ പിള്ളേരുടെ പേരായിട്ട് വിളിച്ചു പറയണം, കാണാതായ പിള്ളേരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ. നിങ്ങളൊന്ന് ആലോചിക്കുക ആ പാരൻസിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ. ഓക്കെ, ഈ പരിപാടിയിൽ കൊണ്ടുവരാനൊന്നും പാടില്ല. ഇത്രയും തിരക്കും തിക്കൊക്കെ ഉള്ള പരിപാടിയിലൊന്നും പാരൻസ് പിള്ളേരെ കൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ വന്നിട്ട് ആ കുട്ടികളെ കാണാതാകുമ്പോൾ ഉള്ള ആ പാരൻസിൻ്റെ അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് കുറെ കഴുപ്പണം കെട്ടവന്മാർക്ക് കളി. ഇവനൊക്കെയാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കമന്റ് ബോക്സിലെ കീടാണുക്കൾ. എത്ര പിള്ളേർ മിസ്സിങ്. ആർക്കൊന്നും സംഭവിക്കാത്തത്, ആരെയും കിട്ടാണ്ട് ഇരിക്കാണ്ട് പോയതൊക്കെ നല്ല കാര്യമൊന്നും ഞാൻ പറയത്തുള്ളൂ. പാരൻസ് സൂക്ഷിക്കും മാതിരി പരിപാടിക്ക് പിള്ളേരെ കൊണ്ട് വരുമ്പോൾ. കുട്ടികളെ കാണാതെ ഇപ്പം അമ്മമാർക്ക് അവിടെ സെൽഫി എടുക്കണം, തമാശ കളിക്കണം. എന്തോന്നാണ്, ഏത് കഴുപ്പണം കെട്ടാനാണ്? കോഴിക്കോടൊക്കെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കഴുപ്പണം കെട്ടവന്മാരായിപ്പോലും അവന്മാർ. എല്ലാവരും അല്ല കേട്ടോ, ഇതുപോലെയുള്ള നാറികളെ. കറക്റ്റായിട്ട് ടൊവിനെയും രഞ്ജിനിയൊക്കെ അവിടെ അത് ആ ഒരു സീരിയസ്നെസ്സിൽ എടുത്ത് പെരുമാറുമ്പോൾ കഴുപ്പണം കെട്ടവന്മാരെ കൊണ്ട് തോറ്റു. നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിരിപ്പ് ഉണ്ടാവില്ലേ? അപ്പൊ പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയും. ടൊവിനോ കുറച്ചുകൂടി ഓണാണ്. ഇവന്മാരെ തന്തയ്ക്ക് വിളിക്കണം, എങ്കിലും ഇവന്മാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നത് വരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവേത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കൂ പ്ലീസ്. വിവരമില്ലാത്തവന്മാരത്താണല്ലോ ടൊവിനോ ഇതെല്ലാം പറയേണ്ടി വന്നത്. എന്തായാലും ഒരു വീഡിയോ കാണാം. രഞ്ജിനി ഇതെടുത്ത് ഒരു കുട്ടിയൊക്കെ കരഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ.
എന്തായാലും കൊള്ളാം. അല്ലാണ്ട് എന്ത് പറയാൻ, ആ പാരൻസിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടോ, ഒന്നും പറയാനില്ല. കുറെ കഴുപ്പിണം കെട്ടന്മാരുണ്ട് എല്ലായിടത്തും, ചീഞ്ഞവന്മാർ. ഇനി വേറെ വീഡിയോ ക്ലിപ്പ് കാണും. ടൊവിനോയ്ക്ക് വേണ്ടി ഷരീഖ് വരച്ച ഫോട്ടോ. മോനാണോ ഷരീഖ്? മോനാണോ വരച്ചത്? ഒരെണ്ണം നേരത്തെ കൊടുത്തോളൂ. ബേസിലും ഷരീഖും രണ്ടുപേർക്കും വരച്ചിട്ടുണ്ട്. ബേസിലിനും ടൊവിനോയ്ക്കൊക്കെ ഫോട്ടോ ഒക്കെ വരച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ ഡെലിവറി നോക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ ഡെലുലു ക്യാരക്ടർ. അതുപോലെ തന്നെ പടവും എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ ഒരു 3 വട്ടം കണ്ട് ഈ പടം കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ പടം. നല്ലൊരു ഫീല് തരും നമുക്ക്. നൈസ് പടമാണ്. എന്തായാലും ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം നോക്കട്ടെ. ഇതെവിടെ തോന്നുന്നു? ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ഭാര്യ ആശുപത്രി കിടക്കുകയാണ്, ഞാൻ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ നോക്കി കിട്ടുമെന്ന് അവനും അറിയാം, ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ടാണ് നൈസായിട്ട് പറഞ്ഞത്, ഭാര്യ ആശുപത്രി കിടക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഭാര്യ ആശുപത്രി കിടക്കുന്ന ഏവനെങ്കിലും സിനിമ തിയേറ്ററിൽ വന്ന് സിനിമ കാണൂടാ മൊണ്ണേഷേ. നിന്നെപ്പോലെ ഒരു കാട്ടുമൊണ്ണ ഒന്നും പറയാനില്ല. അതെല്ലാം അഖിൽമാരാറിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ സുഹൃത്തുക്കളെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. എന്നാൽ കാട്ടപരാധങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കമൻറ്റ് ബോക്സിൽ ആ കറക്റ്റ് കീടങ്ങളെ നമുക്ക് നേരെ കാണാൻ സാധിച്ചു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആണ്. ബൈ.